ന്യൂസ് മലയാളം പ്രത്യേക വാർത്താ പരമ്പര കൊന്നുതള്ളുന്ന രാസലഹരി. ലഹരി ഗുണ്ടാ മാഫിയയുടെ ഭീതിയിലാണ് തിരുവനന്തപുരം കരമനയിലെ അഖിലിന്റെ കുടുംബം. 2024 മെയ് 10-നാണ് ലഹരി ഗുണ്ടാ മാഫിയ അഖിലിനെ തല്ലിക്കൊന്നത്. മകനെ നഷ്ടമായ തീരാസങ്കടത്തിനിടയിലും ഭീതിയൊഴിയാതെ കഴിയുകയാണ് അഖിലിന്റെ മാതാപിതാക്കൾ. വീടിന് സമീപം അപരിചിതർ വന്ന് ഇപ്പോഴും വധഭീഷണി മുഴക്കാറുണ്ടെന്ന് കുടുംബം പറയുന്നു. ന്യൂസ് മലയാളം വാർത്താ പരമ്പര തുടരുന്നു. കൊന്നുതള്ളുന്ന രാസലഹരി. കല്ലും കട്ടയും കമ്പിയും ഉൾപ്പെടെ കയ്യിൽ കിട്ടിയതെല്ലാം ഉപയോഗിച്ചാണ് അഖിലിനെയും അനന്തുവിനെയും അതിദാരുണമായി കൊലപ്പെടുത്തിയത്. അഖിലിന്റെ കൊലപാതകത്തിനു പിന്നാലെ പുറത്തുവന്ന CCTV ദൃശ്യം കണ്ട് അന്ന് കേരളമാകെ ഞെട്ടിയതാണ്. ഈ രണ്ട് കൊലപാതകത്തിലേക്കും നയിച്ചത് ലഹരിയുടെ ഉപയോഗമാണ്. അമ്മ ഞാൻ കണ്ടില്ല. ഞാൻ വന്നപ്പോൾ എൻ്റെ മോനെ എടുത്തോണ്ട് പോണതാണ് ഞാൻ കണ്ടത്. എൻ്റെ മോൻ എന്തിരുന്നു ഞാൻ നെഞ്ചിടിച്ച് കാരണം എൻ്റെ മോൻ തലപൊക്കി എന്നെ ഒരു നോക്കുക. ആ കണ്ടത് അതിനുശേഷം എൻ്റെ മോനെ ഞാൻ മൂടി പൊതിച്ച് കൊണ്ടുവന്നതാണ് ഞാൻ കണ്ടത്. ഇനി ഒരു മക്കൾക്കും ഇങ്ങനെ ഒരാപത്ത് വരാൻ പാടില്ല, ഒരമ്മയ്ക്കും ഇങ്ങനെ കണ്ണീര് വീഴ്ത്താൻ പാടില്ല. ഏപ്രിൽ 26 പാപ്പനങ്ങോട് ബാറിലേക്ക് കയറുമ്പോൾ വാതിൽപ്പടിയിൽ നിന്ന് മാറിക്കൊടുക്കാത്തതിലെ തർക്കമാണ് കൊലയിൽ കലാശിച്ചത്. കരമനയിൽ അനന്തു എന്ന യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ആളൊഴിഞ്ഞ പുരയിടത്തിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിച്ചു കൊന്ന കേസിലെ പ്രതികളാണ് 5 വർഷത്തിനു ശേഷം അഖിലിന്റെയും ജീവനെടുത്തത്. ഇക്കഴിഞ്ഞ മെയ് 10-ന് വൈകിട്ട് പ്രതികൾ അനന്തു കൊലക്കേസിൽ നെടുമങ്ങാട് പട്ടികജാതി വർഗ പ്രത്യേക കോടതിയിൽ ഹാജരായി തിരികെ കരമനയിലെത്തി. പിന്നീട് ഒരുമിച്ചിരുന്നു മദ്യപാനം. അഖിലിന്റെ ജീവനെടുക്കാൻ തീരുമാനം. തുടർന്ന് സംഘത്തിലെ 4 പേർ മരുതൂർക്കടവ് പാലം വഴി കൈമനം ഭാഗത്തേക്കെത്തുന്നു. ആയുധങ്ങളൊന്നും കരുതാതെ എത്തിയ കൊലയാളി സംഘം കയ്യിൽ കിട്ടിയ കരിങ്കല്ലും കമ്പും വടിയും ഉപയോഗിച്ച് അഖിലിനെ അതിക്രൂരമായി തല്ലിക്കൊന്നു. മരണമുറപ്പിക്കാൻ കോൺക്രീറ്റ് കട്ടകൾ പലതവണ ശരീരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. 3 മിനിറ്റിൽ ജീവനെടുത്ത അരുംകൊല. ആ ഞെട്ടലിൽ നിന്ന് ഇന്നും മുക്തയായിട്ടില്ല അഖിലിന്റെ അമ്മയും അച്ഛനും. കോവിൽ ഉത്സവയിലേക്കൂടെ ആറാട്ട് പോയി നിന്ന് കാറിൽ അവിടെ കാറിൽ നിന്നിട്ട് 2 പയ്യന്മാരങ്ങ് താഴെ ഇറങ്ങി പോയി എന്ന് പറയണ. പക്ഷേ ആ സമയത്ത് മോൻ ഇവിടെ കിടക്കുകയായിരുന്നു. 2-3 പയ്യന്മാർ. പക്ഷെ നമ്മൾ കണ്ടിട്ടില്ലാത്ത പയ്യന്മാരാണ് ഇറങ്ങിപ്പോയി. അത് ഇവരാണോ എന്ന് സംശയം നമുക്കിപ്പോൾ. ലഹരി ഇല്ലാതാക്കിയ എത്രയെത്ര ജീവിതങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ലഹരിയെടുക്കുന്ന ജീവനുകളുടെ ഓരോ കുടുംബവും ഇന്നും കഴിയുന്നത് തോരാ കണ്ണീരിലാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് അഖിലിന്റെ ഈ കുടുംബവും. ദിവസങ്ങൾ നീണ്ട ആസൂത്രണം, താമസ സ്ഥലവും ദിനചര്യകളുമെല്ലാം കൃത്യമായി മനസ്സിലാക്കിയ ശേഷമാണ് പ്രതികൾ അഖിലിനെ തേടിയെത്തിയത്. പെട്ടെന്ന് ഒരു 3 മിനിറ്റ് കൊണ്ടുള്ള എൻ്റെ മോനെ തീർത്ത 3 മിനിറ്റ് നമ്മൾ വീടിനകത്തുനിന്ന് വെളിയിൽ നിന്ന് അകത്ത് കയറിയതേ ഉള്ളൂ. ഇവരത്ര പ്ലാനായിട്ടിവിടെ ഇരുന്ന് ഇങ്ങനെ കാറിൽ സഞ്ചരിച്ചുകൊണ്ട് ഇങ്ങനെ അവനങ്ങനെ, അല്ലെങ്കിൽ അന്ന് രാത്രി വീട്ടിൽ കയറി ചെയ്യുന്നതാണ് ഒരു പേഷ്യൻ്റ് പറഞ്ഞു പോലീസെടുത്ത്. കൊലപാതകത്തിന്റെ രീതിയിൽ തന്നെ ലഹരിക്കൊലകളിൽ ആവർത്തിക്കുന്ന അതിക്രൂരതയുടെ സ്വഭാവം കാണാം. പിടിയിലാകുമ്പോഴും പ്രതികളുടെ കൈവശം രാസലഹരിയുണ്ടായിരുന്നു. ഒരു വീടിന്റെ അത്താണിയും സന്തോഷവുമായിരുന്നവൻ പെട്ടെന്നൊരു ദിവസം ഇല്ലാതായതിന്റെ ഓർമ്മയിൽ ഉള്ളുനീറിയാണ് ആ കുടുംബം ഇന്ന് ആർക്കോ വേണ്ടി ജീവിച്ചു തീർക്കുന്നത്. നമ്മൾ ആറാട്ടിൻ്റെ അന്ന് ഒരു കാറ് വന്ന് ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. നമുക്കന്ന് പക്ഷെ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് നമുക്കറിയില്ലായിരുന്നു. അവന് ഞാൻ ചോറ് വാരി ഞാൻ കൊടുക്കണേ. അവൻ അന്ന് തന്ന് രാവിലെ ഞാൻ അവൻ ചോറ് വാരി കൊടുത്തിട്ടാണ് ഞാൻ പോയത്. വീട്ടിലുണ്ടാവുമ്പോൾ അമ്മ വാരിക്കൊടുത്താൽ മാത്രം ഭക്ഷണം കഴിച്ചിരുന്ന മകന് ഇന്നും കണ്ണു കലങ്ങിയും ഉള്ളുപിടഞ്ഞും ഓരോ നേരവും അമ്മ ഇങ്ങനെ ഭക്ഷണം ഒരുക്കി വെക്കും.
മോൻ പോയതിന് ശേഷം ഒരാഴ്ച ആയില്ല. അതിന് മുമ്പേ ഇവിടെ റോട്ടയിൽ കൂടി ആദ്യം ചീത്ത വിളിച്ചോണ്ട് പോയി. പിന്നെ ഒരു മണിയൊക്കെ 12 മണിയൊക്കെ ആകുമ്പോഴും പിന്നെ നമ്മൾ വിചാരിച്ച് റോട്ടയിൽ കൂടെ പോകണവരല്ലേ ആരാ ഇങ്ങനെ പറഞ്ഞു. പിന്നെ അത് ഒരു സ്ഥിരമായി ഇവിടെ ഒന്ന് കണ്ടെന്ന് ചീത്ത വിളിക്കണം. അപ്പം പിന്നെ ഒരു ദിവസം പറഞ്ഞ് നിന്നെയൊക്കെ വെട്ടി പീസാക്കൂടാന്ന് പറഞ്ഞു. ഈ വാർത്താ പരമ്പരയിൽ പല കുറി ഞങ്ങൾ ആവർത്തിച്ചതാണ്. അഖിലും ഒരാളല്ല. രാസലഹരി കൂട്ടങ്ങളുടെ പ്രഭാവത്തിൽ കേരളത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അരുംകൊലകളുടെ പരമ്പരയിൽ ഒരിര മാത്രം. മദ്യശാലയുടെ വാതിൽക്കൽ തടസ്സം നിന്നതിനെന്ന പേരിലുള്ള ഗുണ്ടകളുടെ പക മാത്രമല്ല, അതിനൊപ്പം വിവിധ ലഹരിക്കൂട്ടങ്ങളും ചേർന്ന ക്രിമിനൽ കോക്ടെയിലാണ് അഖിലിന്റെ ജീവനെടുത്തത്. ലഹരി സംഘങ്ങളുടെ ആക്രമണങ്ങൾ ഉണ്ടാവുമ്പോഴാണ് പോലീസ് പല ഓപ്പറേഷനുകളും പ്രഖ്യാപിക്കുന്നത്. ആവേശത്തോടെ ആരംഭിക്കുന്ന പല ഡ്രൈവുകളും പിന്നീട് കെട്ടടങ്ങുന്നത് എന്തുകൊണ്ടാവാം? ലഹരി മാഫിയയുടെ ചിലന്തി വലകൾ നമ്മുടെ യുവതലമുറയെ വരിഞ്ഞു മുറുക്കുന്നത് കാണാതെ പോവരുത്. ഇനിയും ഇവരെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ ഉണ്ടാവുന്നത് വലിയ ദുരന്തങ്ങളാവും. ക്യാമറമാൻ രതീഷ് കട്ടേലക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജു ജയപ്രകാശ്, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.